നല്ല ഭംഗിയുള്ള കോട്ടന്റെ കുറച്ച് ചുരിദാർ അതേപോലെ തന്നെ കുർത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടാലോ. അപ്പൊ നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സാരി. ഇപ്പൊ ഞാൻ ഈ റൂമിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ സാരി വെച്ചിരിക്കുന്ന റൂമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് മിക്കവാറും ഷൂട്ടിങ്ങും അതേപോലെ തന്നെ പാക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ ആമസോണിൽ മേടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കുർത്ത അതേപോലെ തന്നെ അതിന്റെ ടോപ്പാണ് വരുന്നത് കേട്ടോ. ഇതാ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു പ്രത്യേക നല്ല രസമുള്ളൊരു മെറ്റീരിയലും അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ്. ഇതിന്റെ നെക്കിൽ കണ്ടോ ഇതേപോലത്തെ ഒരു ത്രെഡ് ഡിസൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതേപോലെ നമ്മുടെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം പാറ്റേണിൽ. ബാക്കി ഒരു പ്രത്യേകതരം ത്രെഡ് ഡിസൈൻ അടുത്ത് നിങ്ങൾക്ക് കാണാൻ അറിയില്ല. ഇങ്ങനെ പ്ലെയിൻ അല്ല, ഒരു വേറൊരു പാറ്റേണാണ് ഫുൾ ബോഡിയിൽ ഇതേപോലെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പ് വരുന്നത്. അടിയൊക്കെ സിമ്പിൾ ആയിട്ടാണ്. കുറച്ച് താഴ്ന്ന് മാത്രം ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെയാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. അപ്പം പാൻറ് വന്നിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചുരിദാർ കാണിച്ചു തരാം. നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് വരുന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അത് എനിക്കൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് മിക്കവാറും എനിക്ക് ഈ ഒരു ലാർജ് സൈസ് എടുക്കുന്ന സമയത്ത് കൈ ആയിരിക്കും ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് അതും കറക്റ്റ് ചെയ്യാനാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടില്ല. ചെറിയൊരു ബീഡ്സിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു കോട്ടൺ ആണ് കേട്ടോ. ഒരു ഗ്രീനും വൈറ്റ് കോമ്പിനേഷൻ. ഇതാണ് പാൻറ് വരുന്നത്. കുറച്ചും കൂടെ വലിയൊരു പ്രിന്റില് ഇത് അതിന്റെ പാൻറ് ആയിട്ട് വരും. നമ്മളെ ഷോൾ വന്നിട്ട് ഇതെങ്ങനെ കേട്ടോ. ഷോൾ നല്ല വലുപ്പമുള്ള വലിയ ഷോളാണ്. ഇതാ ഈ ഒരു പാൻറിന്റെ ടോപ്പിന്റെ ഒക്കെ ആ ഒരു പ്രിന്റ് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷോളാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ തന്നെ ഈ ഒരു ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഒരു വേറൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആ ഡ്രസ്സ്. ഇതൊരു കുർത്തിയാണ് വരുന്നത്. സെയിം പ്രിന്റിൽ തന്നെയാണ് ടോപ്പും പാൻറ്റും ഒക്കെ വരുന്നത്. അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. ഇങ്ങനെ കണ്ടോ ഈ ഒരു ലീസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ താഴെ വരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വലിയ സ്ലീവ് ഉണ്ട്. സ്ലീവിന്റെ അറ്റത്തും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ടോപ്പ് വരിക. നല്ല സുഖമാണ് കിട്ടാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതിന്റെ തന്നെ വേറെ പുതിയ കളർ ചേഞ്ച് ഉണ്ടപ്പോൾ അടുത്താണ്. ഇതാണ് പാൻറ് വരുന്നത്. സെയിം പ്രിന്റ്, വ്യത്യാസമൊന്നുമില്ല. നല്ലൊരു ഡ്രസ്സാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചുരിദാറാണ്. നല്ലൊരു വൈറ്റും അതേപോലെ തന്നെ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് മിക്സിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇങ്ങനെയായിരിക്കും. ഇതും അധികമൊന്നും ചേഞ്ച് വരുത്താണ്ടായിരുന്നില്ല. കൈ മാത്രം ചെറുതായിട്ടൊന്നും മാറ്റം വരുത്താണ്ടായിരുന്നു. എനിക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇതേപോലെയാണ് വരുന്നത്. ഷോൾ വന്നിട്ട് നല്ലൊരു ഈ ഒരു ഡാർക്ക് ഈ ഒരു വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഷോളും ഈ ഒരു വയലറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ. ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. നല്ല ഡ്രസ്സ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കയ്യിലും നെക്കിന്റെ പോർഷനിലൊക്കെ ഒരു ചെറിയ സീക്വൻസ് ഒക്കെ വന്നിട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ഫ്ലെയർ ടൈപ്പിൽ വരുന്ന ഡ്രസ്സാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ കൈയിന്റെ സൈഡിലും അതേപോലെ ഈ നെക്കിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ. നല്ല സുഖമാണ് ഇടാനായിട്ട്. അപ്പം ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ഈ ഒരു സിംഗിൾ കളറിൽ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് പാൻറ് വരുന്നത്. ഷോൾ ഇതായിരിക്കും കേട്ടോ. അപ്പൊ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.